ബഹുമാന്യരായ സത്യവിശ്വാസികളെ, നമ്മളൊരിക്കൽ സലാം പറഞ്ഞു പോയിട്ടേ, ഒരാളോട് സലാം പറഞ്ഞു എന്ന് വിചാരിക്കുക, എന്നിട്ട് ഒരു മരത്തിന്റെ മറവിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയാൽ വീണ്ടും സലാം പറയൽ സുന്നത്തുണ്ട്. സലാം പറഞ്ഞു പോവാണ്, ഇടയ്ക്കൊരു മരം വന്നു, നമ്മൾ രണ്ടുപേരും കാണണ്ടായി, തിരിച്ചു മരത്തിന്റെ മറവ് ചെറിയ മറവല്ലേ, സെക്കൻഡുകളല്ലേ, എന്നാലും ഒരു അസ്സലാമു അലൈക്കും എന്ന് പറയൽ സുന്നത്തുണ്ട്. ഹദീസിലൊക്കെ കാണാൻ പറ്റും. അപ്പോ മരമൊന്നുമില്ലെങ്കിലും ചെറിയൊരു ഗ്യാപ്പുള്ളത് കൊണ്ട് ഒന്നുകൂടെ സലാം പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, അവരോടല്ല, ഈ ഇരിക്കുന്നവരെന്ത് ചെയ്യണം? സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം എന്നല്ല പറയാൻ പോണത്. ഒരല്പം നേരത്തേക്ക് നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്ന് കയ്യും കാലൊക്കെ ഒന്ന് ക്ഷീണം മാറ്റി എഴുന്നേൽക്കാൻ പറ്റുന്നവരുട്ടോ. സ്റ്റേജിലുള്ളവരാരും എഴുന്നേൽക്കണ്ടേ. അൽഹംദുലില്ലാഹ്, മൂന്ന് സ്വലാത്ത് ചൊല്ലി ഫ്രഷ് ആയിട്ടിരിക്കല്ലേ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുകൂടെ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. نور جلله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കയ്യൊക്കെ ഒന്ന് പൊന്തിക്കാൻ പോതില്ലൊരു പൊന്തിച്ച് കയ്യും കാലത്തൊന്ന് കുടഞ്ഞ് ഒന്ന് റാഹത്തിലൊന്ന് തരിപ്പൊക്കെ മാറിയേ ഇരുന്നോളെ. നിങ്ങൾ ഇരിക്കണായിട്ടില്ല, നിൽക്കണോല് കസാല അടിച്ചു മാറ്റിണ്ടാന്ന് അറിയില്ല. നിൽക്കുന്നവരോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഞാനും നിൽക്കുക തന്നെയാണ്. പക്ഷെ എനിക്ക് സ്റ്റേജും വരെ പിടുത്തണ്ടെന്ന് മാത്രം. ഓരോരുത്തർ തോളിലൊക്കെ പിടിച്ചാൽ പോരെ. അൽഹംദുലില്ലാ. അപ്പോ ഇങ്ങനെ സൗകര്യം കിട്ടുകയാണെങ്കിൽ ഇരിക്കാം. ഇവിടെ മുമ്പിലൊക്കെ പായൊക്കെ വിരിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ ഒത്തുചേരൽ നമുക്ക് ഒരുപാട് നന്മയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു തൗഫീഖിന് അള്ളാഹു കാരണമാക്കി തരട്ടെ. കാരണം മനസ്സിനുള്ളിൽ വേറെ ചിന്തയൊന്നുമില്ലല്ലോ. അത് കേൾക്കാൻ വന്നു, നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി വന്നു, അള്ളാഹുവിന് വേണ്ടി വന്നു എന്നല്ലാതെ അതില് മോശപ്പെട്ട ചിന്തകളൊന്നും ഉണ്ടാവില്ല. ഫിത്നയും ഫസാദിന്റെ ആൾക്കാർ ഒന്നോ രണ്ടൊക്കെ എവിടെയെങ്കിലും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരും. എന്തെങ്കിലൊക്കെ ഒരു ഫോട്ടോ എടുത്ത് കിട്ടുമോ എന്നൊക്കെ നോക്കാൻ നടക്കണവരുണ്ടാവും. എന്നാലും 99.9% ഖൈറിന് വേണ്ടി വന്നവരായിരിക്കും. ആ 1%, 0.1% ഇല്ലാന്നാ ഞാൻ വിചാരിക്കുന്നത്. അപ്പോ അതൊരു പോസിറ്റീവ് എനർജിയാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ലക്ഷ്യമാണല്ലോ, ഒരു നന്മയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഒരു നല്ല ചിന്ത വരും. നമ്മുടെ ദുആക്കൊക്കെ ഒരു ഉത്തരം കിട്ടാനൊക്കെ അത് കാരണമാണ്. അള്ളാഹു നമ്മുടെ ദുആയുടെ സ്വീകരിക്കട്ടെ. ഇടക്കിടക്ക് നമ്മൾ ദുആരൊക്കെ ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഒന്ന് ആമീൻ പറഞ്ഞാൽ ചില വിഷയങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ചു തരും. ഉറപ്പാണ്, എനിക്ക് ഉറപ്പാണ്. ഈ സദസ്സിൽ ദുആക്കിന് ഉത്തരവുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അള്ളാഹു തആല നമ്മളെല്ലാവർക്കും പുറത്തു തരട്ടെ. നമ്മളെല്ലാവരോടും അള്ളാഹു പൊരുത്തപ്പെടട്ടെ. അള്ളാഹു ഞങ്ങൾക്കെല്ലാവർക്കും നീ പൊരുത്തം തരണേ തമ്പുരാൻ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാന്. ശേഷിച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ മഹാന്മാരായ ഉസ്താദന്മാർ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ ഞങ്ങൾ ഓരോരുത്തരിലുമുള്ള അസുഖങ്ങൾ നീ ശിഫയാക്കണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് വരുന്ന തെറ്റുകൾ അള്ളാഹുവേ ഒരിക്കലും ഇനി ആവർത്തിക്കാതെ തെറ്റുകളിലേക്ക് പോകാതെ ഞങ്ങൾക്ക് കാവൽ നൽകണേ റബ്ബേ. ഞങ്ങളുടെ മനസ്സും ശരീരവും നന്നാക്കി തരണേ തമ്പുരാനെ. മാരക രോഗങ്ങൾ പിടിപെട്ട് ഈ സദസ്സിലിരിക്കുന്നവരോ അവരുമായി ബന്ധമുള്ളവരോ കുടുംബങ്ങളോ നാട്ടുകാരോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ നിമിഷം നീ ശിഫാഇനെ വിധിക്കണേ തമ്പുരാനെ. റഹ്മർ റാഹിമേ, ഭാര്യയ്ക്ക് സുഖല്ല എന്ന് പറഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവർ, ഉമ്മാക്ക് സുഖല്ല, ഉപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞവർ, അവർക്കൊക്കെ നീ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്ലുൽ ജന്നതി ശബാബുൽ മുർദ് കുഹ്ലുൻ ലാ തബ്ലാ സിയാബുഹും വലാ യഫ്നാ. അവനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് മനസ്സുകൊണ്ട്, എങ്ങനെയോ
അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലെ ക്രോണിക് ബാച്ചിലർ ഉണ്ടാവുള്ളൂ. ക്രോണിക് ബാച്ചിലർ എന്നൊക്കെ പറയുമ്പോൾ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ വേറെ പലതുണ്ട് ഓർമ്മ വരും. അത് എന്തോ ഒരു ഇതിന്റെ പേരാണല്ലോ അല്ലേ. എന്നെന്നും നിലനിൽക്കുന്ന ഒരു യൗവനം അത് സ്വർഗത്തിലേ കിട്ടുള്ളൂ. ക്രോണിക് ഡിസീസ് എന്ന് പറയാറുണ്ട്. മരണം വരെ നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇപ്പൊ ക്രോണിക് ബാച്ചിലറായി നിൽക്കാൻ ആഗ്രഹമുണ്ടോ? സ്വർഗലോകത്തേക്ക് എത്തണം. ആ വഴിയാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിനേറ്റവും അനുയോജ്യമായ സമയം 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലമാണ്. യൗവനം തീരുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നബുവത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് നബിയാകുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുൽ ജന്ന, സ്വർഗത്തിലേക്ക് വരുന്ന ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും ശബാബുൽ മുർദുൻ. മുർദെന്ന് പറഞ്ഞാൽ താടിയോ മീശയോ ഇല്ലാത്തവരാണ്. ആ ഒരു ടീനേജിന്റെ സമയം, മീശക്കനെ മുളച്ചു വരുന്ന പ്രായം, അതിനാണ് മുർദ്, അമ്രത് എന്നൊക്കെ പറയാം. ആ സമയം അതുപോലെ കുറഞ്ഞ ഷേവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ താടിയും മുടിയും ചീകി വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവിടെ അതൊന്നും ഉണ്ടാവില്ല. സ്വർഗലോകത്ത് അങ്ങനെയാണെന്നാണ്. ശബാബുൻ, യുവാക്കളാണ്. കുഹ്ലുൻ, കണ്ണിൽ സുർമേഴിയതുപോലെയാണ്. ലാ തബ്ലാ സിയാബുഹും, അവർ ധരിക്കുന്ന വസ്ത്രം ഒരിക്കലും പിന്നിപ്പോവുകയില്ല, മുരുമ്പിപ്പോവുകയില്ല. വലാ യഫ്നാ ശബാബുഹും, അവരുടെ യൗവനവും ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. വയസ്സ് കൂടൂല സ്വർഗത്തിൽ. ഇങ്ങനെയാണ്. മാഷാ അല്ലാഹ്. അല്ലാഹു തആല അവിടേക്ക് എത്താനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വർഗലോകത്തേക്ക് എനിക്ക് പോവാൻ ആഗ്രഹമുണ്ട് നബിയെ, അങ്ങനെക്ക് ദുആ ചെയ്യുമോ എന്ന് ഒരു പ്രിയപ്പെട്ട ഉമ്മയാണ്, പ്രായമുള്ള ഉമ്മ വന്ന് ചോദിച്ചത് നബിയോട്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ മറുപടി, ഉമ്മ, സ്വർഗത്തിലേക്ക് പ്രായമുള്ള ആളുകൾ പോകുന്നില്ലല്ലോ. ലാ തദ്ഖുലുൽ ജന്നത അജൂസ്, പ്രായമുള്ള പെണ്ണുങ്ങൾ സ്വർഗത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. നിബിതങ്ങൾ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, യാ ഉമ്മ ഫുലാൻ, സഹോദരി, നിങ്ങൾ അറിഞ്ഞില്ലേ അല്ലാഹു പറഞ്ഞത്, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറാ ഉർബൻ അത്റാബാ. സ്വർഗത്തിലേക്ക് വരുമ്പോ പ്രായമായ ഉമ്മൂമാക്ക് വയസ്സ് 33 തന്റെ പേരക്കുട്ടിക്ക് ഉമ്മു നബിയെ. എന്ന് പറഞ്ഞ സ്വർഗത്തിലേക്ക് പോകുന്ന 10 പേരിൽ മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ കൂടുമ്പോൾ 16 വയസ്സായിരുന്നു. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മുസ്തജാബ് ദഅവയായ ദുആഇന് ഉത്തരം കിട്ടുമായിരുന്ന സഹാബി, ഹബീബിന്റെ കൂടെ വന്ന സഅദ് റളിയല്ലാഹു അൻഹു. നമ്മുടെ സഅദ് എന്നവരുടെ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും 50, 60, 70 ഒക്കെ വയസ്സുള്ള വലിയ പ്രായമുള്ള ആളായിരിക്കുമെന്ന്. സഅദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ കൂടുമ്പോ 17 വയസ്സാണ് പ്രായം. 17 വയസ്സുകാരനാണ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഹബീബായ തങ്ങളുടെ കൂടെ കൂടിയ സ്വഹാബിമാരിൽ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സാലിം മൗലാ അബൂ ഹുദൈഫ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ 20 താഴെ പ്രായമുള്ളവരായിരുന്നു. ഇസ്തഖറഉൽ ഖുർആന മിൻ 4, 4 പേരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ ചോദിച്ചു പഠിക്കണം എന്ന് പറഞ്ഞ ഖുർആൻ പണ്ഡിതന്മാരായിരുന്ന 4 സ്വഹാബിമാരിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പഠിച്ചാൽ ബാക്കി 3 പേരും യുവാക്കളാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, സാലിം മൗലാ അബീ ഹുദൈഫ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഇവരെല്ലാം ചെറുപ്പക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കഴിഞ്ഞിരുന്ന സ്വഹാബികളിൽ ബഹുഭൂരിഭാഗം ചെറുപ്പമല്ലയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ കൂടുമ്പോ സിദ്ദീഖ് തങ്ങളുടെ വയസ്സ് എത്രയാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ കൂടുമ്പോൾ മഹാനവറുകൾക്ക് 37 വയസ്സാണ് പ്രായം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് 37 വയസ്സ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ ദീനിലേക്ക് കയറുമ്പോൾ
ഇസ്ലാമിന്റെ മെമ്പർഷിപ്പിൽ 50ാമത്തെ മെമ്പർഷിപ്പുമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ മഹാനവർക്ക് പ്രായം 27 ആമാ, 27 വയസ്സായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് റളിയല്ലാഹു അൻഹു. യുവാക്കളാണ്, ചെറുപ്പക്കാരാണ് ഇവരൊക്കെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവര്, ബിലാൽ ഇബ്നു റബാഹ് എന്നവര്, മുസ്അബ് ഇബ്നു ഉമൈർ എന്നവര്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവര്, സഈദ് ഇബ്നു സൈദ് എന്നവർ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവര്, സഅദ് ഇബ്നു അബീ വഖാസ് എന്നവർ എല്ലാവരും യുവാക്കളായിരുന്നവല്ലോ. യൗവനം അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തു. പിന്നെ കൊയ്തെടുത്തത് സ്വർണ്ണമാണ്, കൊയ്തെടുത്തത് സ്വർഗമാണ്, കൊയ്തെടുത്തത് നന്മയാണ്. അതുകൊണ്ടാണ് നിബിധങ്ങൾ പറയുമായിരുന്നത്, മനുഷ്യരെ, യുവാക്കളെ, നിങ്ങൾ ഓർക്കണമേ, അഞ്ചവസ്ഥകളിൽ നിന്ന് മറ്റൊരു 5 അവസ്ഥകളിലേക്ക് നമ്മൾ മാറിപ്പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് 5 അവസ്ഥകൾ നിങ്ങൾ മുതലെടുക്കണം. ഹയാതക ഖബ്ല മൗതിക്, മരണം വരുന്നുണ്ട്, ജീവിതം നിങ്ങൾ മുതലെടുക്കണം. വസുഹ്ഹതക ഖബ്ല സഖമിക്, ആരോഗ്യമുണ്ടിപ്പോ, എന്നാൽ ഇനി രോഗം വരും, അതുകൊണ്ട് ആരോഗ്യമുള്ള സമയം നിങ്ങൾ അല്ലാഹുവിന് കൊടുക്കണം. വഫറാഗക ഖബ്ല ശുഗ്ലിക, തിരക്ക് പിടിച്ച് സമയം വരാനിരിക്കുന്നുണ്ട്, അതുകൊണ്ട് വെക്കേഷനുകൾ അല്ലാഹുവിന് വേണ്ടി കൊടുക്കണം, ഒഴിവ് സമയം, ലീവുകൾ അല്ലാഹുവിന് വേണ്ടി കൊടുക്കണം. വശബാബക ഖബ്ല ഹറമിക, പ്രായാധിക്യം വരാൻ പോകുന്നുണ്ട്, യൗവനം അല്ലാഹുവിന് കൊടുക്കണം. വഗിനാക ഖബ്ല ഫഖരിക, പൈസയെല്ലാം കയ്യിൽ നിന്ന് തീർന്നുപോയി, ദാരിദ്ര്യം വരാനിരിക്കുന്നുണ്ട്, അതുകൊണ്ട് യൗവനം അല്ലാഹുവിന് വേണ്ടി കൊടുക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ ഇമാമല്ലയോ ഇമാമുന ശാഫിഈ തങ്ങൾ, ഇന്നത്തെ ഫലസ്തീനിലെ ഗസയിൽ ജനിച്ച മഹാനവറുകൾ. നമ്മുടെ പത്രക്കാരൊക്കെ ഗാസ എന്ന് എഴുതൂലേ, ഗാസ മുനമ്പ്, ഗാസ, ശരിക്കത് ഗസയാണ്, ഫലസ്തീനിലെ ഗസ. അവിടെയാണ് നമ്മുടെ ഇമാമവറുകൾ, ഇമാമുന ശാഫിഈ തങ്ങൾ ജനിക്കുന്നത്. ചെറിയ കുട്ടിയായിരുന്നു, ഉലമാഇനോട് വലിയ ഇഷ്ടമായിരുന്നു, ഇൽമിനോട് ഇഷ്ടമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് പലകകൾ കൊടുത്തയച്ചത് ഇമാമുന ശാഫിഈ തങ്ങൾക്ക് എഴുതി പഠിക്കാൻ വേണ്ടി. 7 വയസ്സായപ്പോഴേക്കും വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കുകയും 10 വയസ്സായപ്പോഴേക്കും പരിശുദ്ധമായ മുവത്ത എന്ന ഹദീസിന്റെ ഗ്രന്ഥം ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ലോകസാധ്യമായി ക്രോഡീകരിച്ച ഹദീസും ഫിഖ്ഹും അടങ്ങിയ മുവത്ത മനഃപ്പാഠമാക്കുകയും 12 വയസ്സായപ്പോൾ ഫത്വ കൊടുക്കാനുള്ള യോഗ്യത നേടുകയും ചെയ്ത മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 12ാമത്തെ വയസ്സിലാണ് ഫത്വ കൊടുക്കാനുള്ള മഹത്വം കൈവരിക്കുന്നത്. 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയം നമ്മൾ പറയാം അല്ലേ, +2ലേക്കൊക്കെ കയറുന്ന സമയം ഫത്വ കൊടുക്കുകയാണ്. ആലിമീങ്ങൾ അവരെ വന്നാണ് കണ്ടുപഠിച്ചത്, ആലിമീങ്ങൾ അവിടെ നിന്നാണ് പഠിച്ചെടുത്തത്. ഇമാമുന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. നമ്മുടെ മക്കളിൽ ആലിമീങ്ങളും ഹാഫിളീങ്ങളും പണ്ഡിതന്മാരും ഉണ്ടാവണമെന്ന് പ്രതിയൂറുന്നത് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് കാണുമ്പോഴാണ്, അവരെ വളർത്തിയ ഉമ്മമാരെ നോക്കുമ്പോഴാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് 10 വയസ്സായപ്പോൾ മഹാനവറുകളോട് പറഞ്ഞത്, യാ അഹ്മദ്, അഹ്മദേ, ഇൽമ പഠിക്കാൻ വേണ്ടി മോനിന് യാത്ര പോകണം, ഇനി ഒറ്റയ്ക്ക് യാത്ര പോകണം, ഇൽമ പഠിച്ചിട്ട് വാ. 10 വയസ്സായപ്പോഴേക്കും സുബ്ഹാനല്ലാഹ്, നമ്മൾ 10 വയസ്സുള്ള കുട്ടിയെ ഒറ്റയ്ക്ക് പെരിങ്ങത്തൂരിന്ന് കോഴിക്കോട്ടേക്ക് ബസ്സിൽ പറഞ്ഞയക്കോ? അന്നത്തെ കാലം എങ്ങനെയാണ്, അപകടം പതിഞ്ഞിരിക്കുന്ന കാലം. അങ്ങനെയാണ് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കിയ പ്രഗത്ഭനായ പണ്ഡിതനായി വളർന്നു വരുന്നത്. ഇന്നത്തെ വിദ്യാർത്ഥികൾ അങ്ങനെയാണ് പഠിക്കണം. ഇന്നത്തെ വിദ്യാർത്ഥികൾ വാട്സപ്പ് കളിക്കാൻ, മൊബൈൽ കളിച്ചിരിക്കാൻ, ടീച്ചറെ കണ്ണു തെറ്റിയ മൊബൈൽ എടുത്തു, മെസ്സേജ് അയച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു. സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്രെയിൻ വർക്ക് ചെയ്യാത്ത അവസ്ഥയാണ്, ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ വിദ്യാർത്ഥിനികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. തീർച്ചയായും നമ്മുടെ മക്കൾ മുൻപിലെത്തേണ്ടവരാണ്, അവരാണ് മുൻപന്തിയിലെത്തേണ്ടത്. എത്രയോ സ്ഥലങ്ങൾ അതിന്റെ മാതൃകകളാണ്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാമ ഇബ്നു ജരീർ ത്വബരി തങ്ങൾ സ്വന്തം ശിഷ്യന്മാരോട് ചോദിച്ചു, നമുക്ക് ലോക ചരിത്രം എഴുതി വെച്ചാൽ എന്താണ്? നിങ്ങൾ റെഡിയാണോ?
ലോക ചരിത്രം എഴുതാൻ. നമ്മുടെ പന്തലിലേക്കൊന്ന് കയറിയിരിക്കുക. ചെറിയ മഴയുണ്ട്, അതുകൊണ്ട് മഴ കൊള്ളാണ്ടിരിക്കുക. അല്ലാഹ് സഹോദരിമാരൊക്കെ ഇന്ന് പന്തലിലേക്ക് മാറിയിരിക്കുക. അല്ലാഹു ഖൈറിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. اللهم على الآكام والجبال ومنابت الشجر. എന്റെ കൂടെ ചൊല്ലിക്കോളൂ. اللهم حوالينا ولا علينا. اللهم على الآكام والجبال ومنابت الشجر. അല്ലാഹുവിനോട് മഴ വേണ്ട എന്ന് പറയരുത്. പടച്ചവനെ ഞങ്ങൾക്ക് ചുറ്റും മഴ കൊടുക്കണമേ എന്ന് പറയാം. അല്ലാഹു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ പരിപാടി അല്ലാഹു ജയിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങൾക്ക് ചുറ്റും മലമുകളിലേക്കും കാടുകളിലേക്കും മഴ കൊടുക്കണമേ. അങ്ങനെ അതുവരട്ടെ. മഴ പെയ്യുമ്പോൾ നമുക്ക് വേണ്ട പടച്ചവനെ മഴ എന്ന് പറയരുത്. നിഅ്മത്ത് തട്ടിക്കളയരുത്. അല്ലാഹുവിനോട് അങ്ങനെ ദുആ ചെയ്യുക. മഹാനായ അല്ലാമ മുഹമ്മദ് ഇബ്നു ജരീർ